ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളൻകിഴങ്ങും കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു 3 ഉരുളൻകിഴങ്ങ് നല്ല പോലെ അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വെന്ത് നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞ് കിട്ടും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തത് കുക്കറിലാണ്. കുക്കറിൽ ഉരുളൻകിഴങ്ങ് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഉപ്പ് ചേർക്കരുത് കേട്ടോ, എന്നാലാണ് നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് ഈ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നല്ല പോലെ അങ്ങോട്ട് ഉടച്ചെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ കട്ടകളും തരികളൊന്നും ഇല്ലാതെ നല്ല പോലെ ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എത്രയാണ് എരിവ് വേണ്ടതെന്ന് നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സ്, അത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ വേണം. ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടില്ല, അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ടൊമാറ്റോ സോസ് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ ഉരുളൻകിഴങ്ങ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ കോൺഫ്ലവർ പൊടിൻ്റെ അളവ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവായി കിട്ടണം കേട്ടോ. അതാ ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണയൊന്ന് ആക്കി കൊടുക്കുക, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുത്തിട്ട് മീഡിയം ബോൾസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, ഇഷ്ടമുള്ള വലുപ്പത്തിലും കട്ട് ചെയ്തെടുക്കുക. ഉരുളൻകിഴങ്ങ് നല്ല പോലെ ഉടഞ്ഞിട്ടുണ്ടാവണം, എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഞാനിതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒരു ഡിസൈനൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും വലുപ്പത്തിലും ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുകയും കൂടെ വേണം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചെറിയ പീസാണ്, നിങ്ങൾക്ക് കുറച്ച് വലിയ പീസിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുഴച്ച് വെച്ചിട്ടുള്ള എല്ലാതും ഇതുപോലെ ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയും കുറച്ച് ബ്രെഡ് പൊടിയാണ്. ബ്രെഡ് പൊടിക്ക് പകരം നിങ്ങൾക്ക് റസ്ക് പൊടി വേണമെങ്കിൽ അതെടുക്കാം. കോഴിമുട്ടയ്ക്ക് പകരം കോൺഫ്ലവർ പൊടി കലക്കിയത് വേണമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ മൈദപ്പൊടി വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബ്രെഡും പൊടിച്ചെടുത്തിട്ടുണ്ട്. കോഴിമുട്ടയിലേക്ക് ലേശം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലാക്സും കൂടെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ കോഴിമുട്ടയിൽ കുരുമുളക് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഓരോ പീസും ഇതുപോലെ ആദ്യം മുട്ടയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് പൊടിയിൽ കൊട്ട് ചെയ്തെടുക്കാം. റസ്ക് പൊടിയാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാം, ഫ്രീസറിൽ. അപ്പോൾ നമുക്ക് വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കുകയും കൂടെ ചെയ്യാം. എന്നിട്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടാവണം. ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റ് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ എടുത്ത് മാറ്റാം. ഒരുപാട് എണ്ണ കുടിക്കുക, കുറേ നേരം ചുട്ടെടുക്കൊന്നും വേണ്ട. ഇട്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും കൂടെ ചെയ്യും. അടിപൊളി ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കും കൂടിയാണ്. എന്തായാലും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ഒരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.